എന്തുട്ട പ്രകൃതി രമണി എന്ന് പറയണത്. ഇതല്ല റോഡ്, ഒരു സൈഡിൽ കൂടെ കനാല്, ഒരു സൈഡിൽ കൂടെ റോഡ്. എന്താ സംഭവം? അന്വേഷിച്ച് ഇങ്ങനെ പോയി നടന്നപ്പോണ്ടല്ലോ ഈ കനാല് ഇപ്പോൾ മുകളിൽ കൂടെ പോണു. അതല്ലാത്ത കാഴ്ച കേട്ടാ. ദേ പിന്നെയും കനാല്. അവസാനം ചെന്ന് വിട്ടതേ തവളപ്പാറയാണ്, തവളപ്പാറ. എന്തുട്ട അവിടെ ഇല്ലാത്ത മില്ലിനും മില്ല്, മലഞ്ചരക്കിനും മലഞ്ചരക്ക്, കടക്ക് കട. തനി ഗ്രാമട്ടാ. അത് ഇറച്ചിയോട്ടൊക്കെ ഉണ്ടല്ലോ. ഹായ്, ഒന്നാന്തരം സ്റ്റേഷനറി കട. പിന്നെ ഒന്നാന്തരം മലഞ്ചരക്ക് കട. ബെസ്റ്റ് ചായക്കടാട്ടാ. ചില്ലുമുള്ളിക്ക് നോക്കി. എന്താ സംഭവം? ഷോപ്പിന് ഷോപ്പ് ഉണ്ട് കേട്ടാ. തട്ടുകടയ്ക്ക് തട്ടുകട. റേഷൻ കടയ്ക്ക് റേഷൻ കട. സാർവത്ര സാധനമുണ്ട്. അത് നമ്മുടെ അങ്കമ്പാടി പിള്ളേരില്ലത്. ആവു എന്താ രസം. അക്ഷയ കേന്ദ്രം ഉണ്ടാ. അതറുതല്ല. ഇതും ഇവിടെ സ്റ്റാനി ഭവനല്ലേ, അപ്പന്മാരൊക്കെ താമസിക്കണേ. നമ്മുടെ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ സംഭവം ഇത്. എന്തോരപ്പന്മാരാ. പ്രാർത്ഥിക്കാട്ടാ. ഇല്ലാണ്ടി. പിന്നെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ യാക്കോബായ പള്ളി. ഇത് മാതാവിൻ്റെ പള്ളിയാ. എന്താ അതിൻ്റെ ഒരു പൗരാണികത, എന്താ അതിൻ്റെ ഒരു നിപ്പ് സംഭവട്ടാ. അങ്ങനെ നമ്മൾ തവളപ്പാറ ചെല്ലാൻ പറ്റില്ല. അവിടെ കപ്പേളാണ്, ജംഗ്ഷൻ കപ്പേള. കരവനയിലുണ്ട് കേട്ടാ മാതാവിൻ്റെ ഒരു കപ്പേള, കർമ്മല മാതാവിൻ്റെ. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകിട്ടില്ല. നമ്മൾ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു സ്കൂളുണ്ട് ഇവിടെ. ഇപ്പം പിള്ളേരില്ലേട്ടാ, നിറയെ കളിസ്ഥലമായിട്ട്. എന്തോരം പിള്ളേരെ പഠിച്ചേ. വാഴത്തോട്ടവും ജാതിക്ക കൃഷിയും ചക്കയും പിന്നെ മാങ്ങയും കപ്പളങ്ങയും. റംബൂട്ടാനൊക്കെ പുതുക്കണൊക്കെ. റബ്ബർ തോട്ടല്ലേ. എന്താ ഇവിടെ ഇല്ലാത്ത. പശുവുണ്ട്, നമ്മുടെ കോഴിയുണ്ട്, ആടുണ്ട്. അത് നമ്മുടെ മരവട്ടിക്കുളണ്ടാ. പിള്ളേർ ചാടുന്ന ചാട്ടം കണ്ട. എൻ്റെ പൊന്നി നരുന്ത് പിള്ളേരാണ്. എന്തിട്ട് പോകും. ജലസംഭരണി നോക്കി. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടേ. ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ സന്തോഷം. അങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഒരു പോസ്റ്റർ ഉണ്ട്. എന്തുകൊണ്ട് സംഭവം? തിരുനാളാണ്. ആരുടെ? ഔഷധവാൻ്റെ പെരുന്നാള്. ചെന്ന് നോക്കി വന്നിട്ടാ അവിടുത്തെ പള്ളി പണിതുകൊണ്ടിരിക്കുക. എന്താ സെറ്റപ്പ്. കൊള്ളല. നല്ല പള്ളിയാട്ടാ. ഡിസംബറിൽ പൂശുന്നേട്ടെ. നമുക്ക് കാണാം. നോക്കിയപ്പോൾ താൽക്കാലിക പള്ളി പിള്ളേർ അങ്ങോട്ട് പൊളിച്ചേക്കാണ്. പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട്. എന്താ അതിൻ്റെ മെന. പള്ളിയുടെ അകത്തേക്കാണ്ട് കയറിയിട്ടില്ല. താൽക്കാലിക പള്ളിയാന്ന് പറയില്ല. കിടക്കണണ്ട നമ്മുടെ ഔസേപിതാവിൻ്റെ കിടക്കണ രൂപണത്. ഈ ഔസേപിതാവില്ലാണ്ട് തവളപ്പാറക്കാർക്ക് ഒരു പരിപാടിയില്ല. അവരുടെ രക്തത്തിൽ അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് ചേർന്നേക്കാണ് ഈ ഔസേപിതാവ്. നമ്മുടെ അപ്പനെന്താ പറയണ്ടല്ലോ, കുറുപ്പം പറമ്പിൽ അച്ഛൻ ഇവിടെ ധ്യാനത്തിന് വന്നു. അച്ഛൻ വന്ന് തോപ്പുലർ ധ്യാനം നടത്തി. എവിടെ? ഇന്ന് നമ്മുടെ ദേവാലയം ഒരുക്കണ സ്ഥലത്ത് പറമ്പാണ്. അന്ന് ധ്യാനം നടത്തിയത്. ഒരു വെറുതെ സൺഡേ വെച്ച് കെട്ടി ഒരു ധ്യാനം നടത്തി. ചിലർക്ക് ഇവിടെ ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹം അച്ഛനോടും അവിടെ കൂട്ടുള്ള അച്ഛന്മാരോടും പറഞ്ഞു. അരമനയിൽ സമ്മതം മേടിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ അച്ഛൻ അരമനയിലേക്ക് പോയി അരമനയിൽ ചെന്ന് വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു പോന്നു. അങ്ങനെ ഒരു ചെറിയ ചെട്ട് കെട്ടി അവിടെ ഒരു കുർബാന ചൊല്ലി ചെല്ലാനുള്ള അധികാരം മേടിച്ചു. കുർബാന ചൊല്ലി ഔസേപിതാവിൻ്റെ നാമത്തിൽ അരിയും മറ്റുള്ള പച്ചക്കറി സാധനങ്ങളും കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് പാകം ചെയ്ത് ഒരു ഭക്ഷണമായിട്ട് കൊടുത്തു തുടങ്ങി. അതോടെ ഇന്നും നിലനിൽക്കണം. എന്നാ പിന്നെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെ ആരംഭിക്കല്ലേ. കാണുന്ന കാഴ്ച വേണ്ട. കമാനൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് എന്താ സംഭവം. അരങ്ങ് കെട്ടിയതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇതങ്ങോട്ട് കാണണം. എന്താ അതിൻ്റെ ഒരു ഭംഗി, എന്താ അതിൻ്റെ ഒരു തേജസ്. സൂപ്പറായിട്ട് കേട്ടാ. ഔസേപിതാവിൻ്റെ തിരുനാൾ വന്നാൽ ഇടവകയിലെ എല്ലാ മക്കളും എല്ലാവരും ഒന്നിച്ച് കൂടി പള്ളിയിൽ കൂടുകയും പള്ളിയിൽ തലേദിവസത്തെ തുടങ്ങി കറിക്കരിയിലും അതുപോലെ എല്ലാ വിധത്തിലും എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ഭയങ്കര വിശ്വാസമാണ് ഇടവക ജനങ്ങൾക്കുള്ളത്. ഈ മാസം 15-ാം തീയതി ഔസേപിതാവിൻ്റെ ഊട്ടുനേർച്ചയാണ്. ആ തിരുനാളിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും വന്ന് ഈ തിരുനാളിൽ പങ്കുകൊണ്ട് പുണ്യമുണ്ട് അനുഗ്രഹിക്കപ്പെട്ടു
പ്രാപിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളങ്ങോട്ട് തുടങ്ങണ്ട. മാർച്ച് 14, 15 പെരുന്നാള്. 14 തീയതി വൈകിട്ട് 5 മണിക്ക് കുർബാന, 15 തീയതി രാവിലെ 9 കുർബാന. അത് കഴിഞ്ഞ് ഞായറാഴ്ച തന്നെ 15 തീയതി ഉച്ചയ്ക്ക് കൂട്ടുകാർച്ച. എല്ലാവരും വരണ്ടാ, വരണമെന്ന്.